നിങ്ങളെന്താ ജില്ലാ ജഡ്ജാണോ? ഞാനാ ചെരുപ്പ് കൊടുത്തിട്ട് വന്നേ. ചെരുപ്പ് പുറത്തിടാനായിട്ട് എഴുതി വെച്ചിട്ടില്ല സാറേ. ഓ, നിങ്ങൾ വീട്ടില് ചെരുപ്പിട്ടാണോ നടക്കണത്? വീടിന്റെ അകത്ത് വീട്ടിൽ ചെരുപ്പ് പുറത്താണുള്ളത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാ? അവിടെ എഴുതി വെച്ചിട്ടില്ല. എന്നാ പിന്നെ പുറത്തിട്ട് വാ സാറേ. എനിക്കൊരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എനിക്കൊന്ന് തരണം. ഇല്ല, ഇവിടെ കംപ്ലൈന്റ് ആണത്. കംപ്ലൈന്റ് ആണെന്ന്, കമ്പ്യൂട്ടർ കംപ്ലൈന്റ് ആണ്. പിന്നെ സാറേ എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലൈന്റ് ആണ് ഞാൻ ചെയ്ത് തരണത്. അത് ചെയ്താൻ പറ്റുമോ? എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി ചെയ്ത് തരാനാണ് ഇവിടെ ശരിയാവണ്ടേ. പോയിട്ട് പിന്നെ വാ. സാറേ, ഈ വന്നവരെയൊക്കെ നുണ പറഞ്ഞു വിടണ എന്തിനാ? അഹങ്കാരം കുറഞ്ഞിട്ട് വരട്ടെ. അഹങ്കാരികൾക്ക് കൊടുക്കാൻ അവിടെ ഒരു സാധനമില്ല. താൻ വർക്ക് ചെയ്യണം. ഈ വരുന്ന ആളുകളോടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറേണ്ട കാര്യമൊന്നുമില്ല. നമ്മളും അത്യാവശ്യം ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കാര്യം തന്നെയാണ്. നമ്മള് ഗവൺമെന്റ് എംപ്ലോയീസ് ആണെന്നോ? ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ടല്ല, നമ്മളിവിടെ ചെയ്യുന്ന 90% കാര്യങ്ങളും ഗവൺമെന്റ് ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. അതൊക്കെയാണ്, എന്നാലും കുറച്ച് മര്യാദയിലൊക്കെ വേണ്ടേ? ആളുകൾക്കും വേണമല്ലോ അത്. അങ്ങനെയുള്ള അവരുടെ കാര്യങ്ങളല്ലേ നടക്കേണ്ടത്. നമ്മളിവിടുന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു മര്യാദ അവർക്ക് കാണാനല്ല. ഭയങ്കര സാധനം തന്നെ. എന്താ അല്ല, ഇത് ശരിയാണല്ലേ? ക്യാപ്സ് ലോക്ക് അങ്ങ് പ്രസ് ആവുന്നില്ല. അത് കഴിഞ്ഞ മാസം 500 രൂപ കൂടുതൽ കയറുന്നുണ്ടല്ലോ, അതിന്റെ ആയിരിക്കും. എന്താണ് എല്ലാം പറഞ്ഞാ? ശരിയായി. ശരിയായാ? ജോലിക്ക് അപേക്ഷിക്കാൻ ഹലോ, സാറിന്റെ അടുത്ത് പറഞ്ഞു. ആ ചെരുപ്പ് കൊടുത്തിട്ട് വാ. ഓ, ചെരുപ്പ് പുറത്തിട്ടിട്ട് വാട്ടാ. ഇത് എന്ത് എല്ലാത്തിനോടും പറയേണ്ട ഒരു ഗതികേടാണല്ലോ ഇവിടെ. ഒരു മര്യാദ ഇല്ലാതെ ശരിയാവില്ല. എഴുതി വെച്ചില്ല ഇവിടെ, അതുകൊണ്ടാ. എന്താണ് ആവശ്യം? എന്താണ്? ജോലിക്ക് അപേക്ഷിക്കാൻ. ഇപ്പൊ സമയമില്ല, നാളെ. അയ്യോ സാറേ, അത് പറ്റൂല. നാളെ ലാസ്റ്റ് ഡേറ്റാ. ആണാ? എന്നാ പിന്നെ നാളെ വൈകുന്നേരം വന്നാൽ മതിയായിരുന്നല്ലോ. ഈ ലാസ്റ്റ് ടൈമിലാണ് പക്ഷേ ഇത് ജോലിയുടെ കാര്യത്തിനൊക്കെ ആയിട്ട് വരണത്. സാറേ, എനിക്ക് ഒരു പേപ്പർ കൂടി സൈൻ ചെയ്ത് കിട്ടാണ്ട്. ഇരിക്കവിടെ. സംഭവമൊക്കെ ശരിയാക്കാം, പക്ഷെ 100 രൂപ ഫീ വരും കേട്ടോ. 100 രൂപയോ? 100 നേട്ടല്ലേ? അല്ല സാറേ, ഈ അംഗീകൃത ഫീസ് 10-20 വരുള്ളൂ എന്നുള്ള കേട്ട്. എന്നാ പിന്നെ അംഗീകൃത ഫീസ് കൊടുത്തിട്ട് നാളെ ശരിയാക്കിയാൽ മതി. അല്ല സാർ, തരാം, 100 രൂപ തരാം. ഈ അംഗീകൃത ഫീസ് മേടിക്കാനാണെങ്കിൽ ഞങ്ങൾ ഈ കമ്പ്യൂട്ടർ വെച്ച് ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താണ്, എന്തിനാ അപേക്ഷിക്കാനാണ്? എവിടേക്കാണ്? കേരള ഓട്ടോമൊബൈലിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ പോസ്റ്റിലേക്ക്. പേരെന്താണ്? പേര് മൊയ്തു PP. അഡ്രസ്സ്? അഡ്രസ്സ് കോമളക്കണ്ടി. എന്താണ്? കോമളക്കണ്ടി സ്ഥലത്തിൻ്റെ പേരാണ്? ആ, കോമളക്കണ്ടി ഉള്ള സ്ഥലമാണോ? കോമളക്കണ്ടി. പിന്നെ തിരുവണ്ണൂർ. തിരുവണ്ണൂർ? തിരുവണ്ണൂർ. മേമുണ്ട. 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 യോഗ്യത എന്താണ്? യോഗ്യത ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഹലോ ഹലോ ഹലോ, നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണോ? അല്ല 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 അല്ല. സോറി, ദിവാകരനല്ല, റോങ് നമ്പർ. എന്താ സാർ ചോദിച്ചു? വിവാഹിതനാണോ നിങ്ങൾ? ഇല്ല സാർ, പണി കിട്ടിയിട്ട് വേണം കല്യാണം കഴിക്കാന്ന് വെച്ചിട്ട്. എക്സ്പീരിയൻസ് വല്ലതുണ്ടോ? ആ, ഉണ്ട്. വർക്ക്ഷോപ്പിൽ 2 വർഷം നിന്നുണ്ട് സാർ. അംഗീകൃത വർക്ക്ഷോപ്പാണോ? അത് സുധാകർ വർക്ക്ഷോപ്പ്. എവിടെ സ്ഥലം അത്? അത് മേമുണ്ട. അപ്പോൾ മതി സാർ. പൈസ എവിടെ സാർ തരുന്നു? പൈസ ഉണ്ടോ? മതി. ഇവിടെ തന്നെ 100 വേണമല്ലോ സാർ? ഓ, വിവരം അറിയിക്കല്ലോ. അറിയിക്കട്ടോ. ശരി സാർ.